പരലോകത്തേക്ക് കടന്നു വരുമ്പോൾ കണ്ണിന് കാഴ്ചയില്ലാതെ ചെവി കേൾക്കാതെ അന്ധനെ പോലെ നീ കടന്നു വരുമ്പോ അള്ളാഹുവോട് പറയുന്നു, പടച്ചവനെ എന്റെ കണ്ണിന് കാഴ്ചയുള്ളവനായിരുന്നു, എനിക്ക് ചെവി കേൾക്കുമായിരുന്നു. അല്ലാഹുവേ ഇന്നെനിക്ക് കാണുന്നില്ല അല്ലാ, ചെവി കേൾക്കുന്നില്ല അല്ലാ, ഇന്ന് ഞാൻ അന്ധനായി പോയി റബ്ബേ. കാരണം എന്തേ അല്ലാ? ആ സമയത്ത് അല്ലാഹു ചോദിക്കുകയാ, ദുനിയാവിൽ ജീവിക്കുമ്പോ ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ കേൾക്കാത്തവനെ പോലെ നടന്നല്ലോ, പൊട്ടനെ പോലെ നടന്നവനല്ലേടാ, ചെവി കേൾക്കാത്തവനെ പോലെ നീ നടന്നില്ലേ, കണ്ണ് കാണാത്തവനെ പോലെ നടന്നില്ലേടാ. അല്ലാഹുവിന്റെ ഖുർആൻ ഓതാനോ കേൾക്കാനോ പഠിക്കാനോ ജീവിക്കാനോ നീ അവിടെ നിന്ന് തയ്യാറായില്ലല്ലോ. അതുകൊണ്ട് അന്ന് നീ പൊട്ടനെ പോലെ കളിച്ചത് കൊണ്ട് ഇന്ന് നിന്നെയും ഞാൻ അങ്ങനെയാക്കിയിരിക്കുകയാ. നാളെ പരലോകത്തും അല്ലാഹു പ്രയാസപ്പെടുത്തുകയാ, അല്ലാഹു പരലോകത്തും അവനെ ബുദ്ധിമുട്ടിക്കുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അതിനെ നിങ്ങൾ നിസാരമാക്കിയാൽ, അതിനെ പരിഗണിക്കാതെ വന്നോ, അല്ലാഹു തരുന്ന ആറാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കമാക്കുകയാ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, ഞങ്ങളുടെ രോഗങ്ങൾ മാറ്റണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ